പാലക്കാട് ധോണിയിൽ കാട്ടുതീ വ്യാപിക്കുകയാണ്. അടുപ്പൂട്ടിമല, നീലിപ്പാറ മേഖലകളിലാണ് കാട്ടുതീ പടരുന്നത്. ഇന്നലെ തുടങ്ങിയ കാട്ടുതീ ഇനിയും നിയന്ത്രണ വിധേയമായിട്ടില്ല. ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരൻ പാലക്കാട്ട് നിന്ന് വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, ഇതിങ്ങനെ വലിയൊരു ഏരിയ ഭൂമി, വനഭൂമി നിന്ന് കത്തുകയാണല്ലോ. ഇത് നിയന്ത്രണ വിധേയമാക്കാനുള്ള നടപടികൾ എന്തൊക്കെയാണ് അവിടെ? ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് ശ്രീജിത്ത്? വിജയകുമാർ, ആദ്യമേ പറയട്ടെ, ഫയർഫോഴ്സിന് എത്തിപ്പെടാൻ കഴിയാത്ത മേഖല തന്നെയാണ് ഈ പ്രദേശം പൂർണ്ണമായി. ധോണിയിലെ ഈ അടുപ്പൂട്ടിമല അടക്കമുള്ള മേഖലകൾ അങ്ങനെ ഫയർഫോഴ്സിന് പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയുന്ന മേഖലകളല്ല. സ്വാഭാവികമായി ഇവർ എല്ലാവരും തന്നെ വലിയ ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും കാട്ടുതീ നിയന്ത്രണ വിധേയമായിട്ടില്ല. ദൃശ്യങ്ങൾ വലിയ ഭീകരമായ ദൃശ്യങ്ങളാണ്. എന്തായാലും ഇത് ജനവാസ മേഖലയിലേക്ക് പടരാനുള്ള സാധ്യത ഇല്ല എന്നാണ് ഫയർഫോഴ്സും വനംവകുപ്പും അറിയിക്കുന്നത്. നാട്ടുകാർക്ക് പരാതിയുണ്ട്. ഫയർഫോഴ്സ് അധികൃതർ അടക്കം സ്ഥിരമായി പോകുന്ന മേഖലകളാണ് ഈ പ്രദേശങ്ങൾ അടക്കം. പക്ഷേ ആ മേഖലയിൽ എങ്ങനെ കാട്ടുതീ വന്നു എന്നതിനെ കുറിച്ച് കൃത്യമായ രീതിയിലുള്ള ഒരു വിവരം തരാൻ ഈ പറയുന്ന പോലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. ആരെങ്കിലും തീയിട്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യമുയരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും കാട്ടുതീ നിയന്ത്രണ വിധേയമായിട്ടില്ല. ഇപ്പോഴും തീ അണയ്ക്കാനുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ തുടങ്ങിയെന്ന് പറയുമ്പോൾ പോലും ഈ മേഖല ഇപ്പോഴും നിന്ന് കത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും സ്ഥിരമായി കാട്ടുതീ തുടരുന്ന ഒരു മേഖലയാണ്. ഇന്നലെ കാട്ടുതീ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെയോടുകൂടി കാര്യമായ രീതിയിലുള്ള പുക മാത്രമാണ് ആ മേഖലയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് വൈകിട്ടോടുകൂടി വീണ്ടും തീ നിയന്ത്രണ വിധേയമായി ആളിക്കത്താനുള്ള ഒരു തുടങ്ങുകയായിരുന്നു. എന്തായാലും ഫയർഫോഴ്സും അതുപോലെ തന്നെ വനംവകുപ്പും ഇടപെട്ട് തീ അണയ്ക്കാനുള്ള ഒരു നീക്കം നടത്തുന്നുണ്ട്. പക്ഷേ അത് ഒരു ഘട്ടത്തിൽ പോലും ഉണ്ടാകില്ല. പക്ഷേ ഇപ്പോൾ ആലോചിക്കുന്നത് എന്ത് വില കൊടുത്തും ജനവാസ മേഖലയിലേക്ക് അത് ഒരു കാരണവശാലും ഉണ്ടാകില്ല. വളരെ ദൂരത്തിലാണ് ജനവാസ മേഖല പൂർണ്ണമായി. ആ ജനവാസ മേഖലയിലേക്ക് കാട്ടുതീ പടരാതിരിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ ഉള്ളത്. ജനവാസ മേഖലയുടെ സമീപത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥരും ഒക്കെ ആ മേഖലയിൽ ഇപ്പോൾ തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. മറ്റു മാർഗങ്ങളില്ല. അകത്തേക്ക് പോയി തീ അണയ്ക്കണമെങ്കിൽ അതിനുള്ള സാധ്യതകൾ വളരെ വിരളമാണ്. വിജയകുമാർ.